ഞാൻ ഭാഗമാകുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുമുണ്ട്. അപ്പം ഇതിനെ ഒരു വിവാദമാക്കേണ്ട, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. അതിൽ ചില മീഡിയാസ് കൊടുത്തൊരു കാര്യം എനിക്കതിനകത്തൊരു ചെറിയ വിയോജിപ്പുണ്ട്. അതായത് KJ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണ പ്രതിരോധ പരിപാടിയിൽ റിനി പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും കൊടുത്തത്. എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. KJ ഷൈൻ എന്നൊരു പ്രത്യേകമായൊരു സ്ത്രീയെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ, അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം, അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത്. നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം മുഴുവനും എടുത്തു നോക്കാം. എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് പോയിന്റാണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, CPMന്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ്. ഞാൻ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും. ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ചലച്ചിത്ര പ്രവർത്തക വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. CPM വേദിയിൽ പങ്കെടുത്തത് അത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനെതിരെയുള്ള പരിപാടി ആയതുകൊണ്ടാണ് എന്ന് റിനി വിശദീകരിക്കും.